ഇന്ന് ഞാൻ വളരെ രസകരമായ എന്നാൽ ഒപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ വീടാകുമ്പോൾ വഴക്കുണ്ടാവും. ഭാര്യയും ഭർത്താവും എത്ര സ്നേഹമുള്ളവരാണെങ്കിലും വഴക്കിടാതിരിക്കില്ല. സ്വന്തമായ വ്യക്തിത്വവും സ്വന്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ അഭിരുചികളും ഒക്കെയുള്ള രണ്ടുപേരാണല്ലോ വിവാഹം കഴിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും വ്യത്യസ്തരായ ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളിൽ വ്യത്യാസമുണ്ടാകും, അവരുടെ താല്പര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും, അവരുടെ ആഗ്രഹങ്ങളിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വഴക്കുകളും ഉണ്ടാകും. ഈ വഴക്കുകളൊക്കെ നമ്മളൊന്ന് തീർക്കണ്ടേ? അതിന് നമ്മളൊന്ന് നമ്മുടെ ചുറ്റുമുള്ള മൃഗങ്ങളില്ലേ, അവരെ ഒന്ന് നോക്കിയാൽ മതി. ഈ മൃഗങ്ങളെ കണ്ടുപഠിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഇത്തരം ചെറിയ ചെറിയ വഴക്കുകളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ചില സമയത്ത് വഴക്കുണ്ടാവുമ്പോൾ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഒരു ടെഡി ബെയറിനെ പോലെ ആകുക എന്നുള്ളതാണ്. എന്താണ് ഈ ടെഡി ബെയർ എന്ന് പറയുന്നത്? അത് ഒരു നമ്മുടെ കുഞ്ഞുങ്ങൾ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു പാവക്കുട്ടിയില്ലേ, ഒരു കരടിയുടെ പാവക്കുട്ടി. ആ കരടിയുടെ പാവക്കുട്ടികളെയാണ് നമ്മൾ ടെഡി ബെയർ എന്ന് പറയുന്നത്. ഈ ടെഡി ബെയർ കുഞ്ഞുങ്ങൾ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ സുരക്ഷിതത്വം തോന്നും, സ്നേഹിക്കുന്നു എന്ന് തോന്നും, അത് കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഭയങ്കര ഒരു സുഖമാണ്, കുട്ടികളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾ മാത്രമല്ല, വലിയവരും ഈ ടെഡി ബെയറിൻ്റെ ആ ഒരു മൃദുലത, ആ ഒരു സ്പർശമൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കിട്ടാൽ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റ് സംഭവിച്ചു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും തോന്നിയാൽ നമ്മളൊരു ടെഡി ബെയർ ആകാൻ മടിക്കണ്ട. ഒന്ന് ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് ഒന്ന് കെട്ടിപ്പിടിക്കുക, ടെഡി ബെയറിനെ പോലെ. അതായത് ഒരു സ്വാന്തനം, ഞാൻ അങ്ങനെ ചെയ്തുവെങ്കിലും ഞാനുണ്ട് ഒപ്പം എന്ന് അറിയിക്കാൻ ഒരു അപ്രോച്ച്. ഇത് ഒരുപാട് വഴക്കുകളെ തണുപ്പിച്ച് ഇല്ലാതാക്കും. അപ്പം നമ്മൾക്ക് ടെഡി ബെയർ ആകേണ്ട സമയത്ത് ടെഡി ബെയർ ആകാം. എന്നാൽ ചില സമയങ്ങളിൽ ടെഡി ബെയർ ആകാൻ പോയാൽ കാര്യങ്ങൾ വഷളാവും. ചില വഴക്കുകൾ അങ്ങനെയാണ്. ആ വഴക്കിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി നമ്മൾ ആമയെ പോലെ ആകുക. എന്താണ് ഈ ആമ ചെയ്യുന്നത്? ആമ എന്തെങ്കിലും മോശമായ പ്രതികരണങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുന്നുണ്ടായാൽ ആമ പതുക്കെ തല ആ കട്ടിയുള്ള തോടിൻ്റെ ഉള്ളിലേക്ക് വലിച്ച് സുരക്ഷിതമാവും. ഈ ആക്രമിക്കാൻ വന്ന ആരെങ്കിലും ഒക്കെ പോയി എന്ന് തോന്നുമ്പോഴാണ് തല വീണ്ടും പുറത്തേക്കിടുന്നത്. അപ്പോഴത്തേക്ക് ചുറ്റുപാടും ശാന്തമാകും. അപ്പൊ ചില വഴക്കുകൾ ഭർത്താവ് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ കൈവിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടത് പിൻവാങ്ങുക, ആമയെ കണ്ടുപഠിക്കുക. ആമയെ പോലെ പിൻവാങ്ങിയിട്ട് എല്ലാം ശാന്തമായി എന്ന് അറിയുമ്പോൾ പുറത്തേക്ക് വരിക. അപ്പോഴത്തേക്ക് സിറ്റുവേഷനൊക്കെ ഒന്ന് മയത്തിൽ ആയി കഴിഞ്ഞിരിക്കും. മൂന്നാമതൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴും നമുക്ക് പിൻവലിയാനും ആമയെ പോലെ ആകാനും ഒക്കെ പറ്റുമോ? ചില സമയത്ത് നമ്മൾക്ക് പ്രതികരിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾക്ക് ഷാർക്കിനെ പോലെയാകാം. ഷാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ അക്രമകാരിയായ ഒരു മത്സ്യമാണെന്ന് നിങ്ങൾക്കറിയാം. അത് കുത്തിയാൽ ഒരു ബോട്ട് വരെ അല്ലെങ്കിൽ ഒരു കപ്പൽ വരെ കുറേ ഷാർക്കിൻ്റെ കൂട്ടങ്ങൾ വന്നാൽ മറിച്ചിടാൻ പറ്റും. അപ്പം തിരിച്ച് ആക്രമിക്കണം, രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ഗതിയില്ലെങ്കിൽ തിരിച്ചാക്രമിക്കണം എന്നുള്ളത് നമ്മൾ ഈ മത്സ്യത്തിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അത് ആക്രമിച്ചാണ് പലപ്പോഴും അതിൻ്റെ ജീവൻ രക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഷാർക്കാകാൻ പഠിക്കണം. ഏറ്റവും നല്ലൊരു രീതി ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒരു മൂങ്ങയാകണം. ഇതെന്ത് വിചിത്രമാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ മൂങ്ങയുടെ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടോ? അതിന് കഴുത്ത് ഇങ്ങനെ ചുറ്റും ഇളക്കാൻ പറ്റും. സൈഡിലേക്ക് നോക്കാം, പുറകുവശത്തേക്ക് നോക്കാം, ഈ വശത്തേക്ക് നോക്കാം, പിന്നെ കറക്കി തിരിച്ച് മുൻവശത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ കഴുത്ത് 4 ചുറ്റും ഇങ്ങനെ ഇളക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? 4 സൈഡും അതിന് കാണാൻ പറ്റും. 4 സൈഡിൽ നിന്നും വരുന്ന കാര്യങ്ങളെ അതിനെ അപഗ്രഥിക്കാൻ പറ്റും. അതിനനുസരിച്ച് അതിൻ്റെ ജീവിതം ചിട്ടപ്പെടുത്താൻ പറ്റും. മൂങ്ങ വളരെ ബുദ്ധി ഉള്ള ഒരു ജീവിയാണ്. ഈ മൂങ്ങയെ കണ്ട് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു വഴക്കുണ്ടാകുമ്പോൾ അവരുടെ വശത്തുനിന്ന് ആലോചിക്കുക, ചുറ്റുവട്ടത്തുനിന്ന് ആലോചിക്കുക, നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഭാഗത്തു നിന്ന് ആലോചിക്കുക, നമ്മുടെ ഭാഗത്തു നിന്നും ആലോചിക്കുക. ഇതാണ് ഈ 4 ചുറ്റും നോക്കിയിട്ട് മൂങ്ങ എടുക്കുന്ന തീരുമാനം
അല്ലെങ്കിൽ മൂങ്ങ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ മൂങ്ങയാകാൻ പഠിക്കുക. അതായത് നമ്മൾ കോംപ്രമൈസ് ചെയ്യുക. വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയാണ് മൂങ്ങ പെരുമാറുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് പാലിക്കാവുന്നതാണ്. അപ്പം 4 മൃഗങ്ങളെ, ഒരു 3 മൃഗങ്ങളെയും ഒരു മത്സ്യത്തിനെയും നമ്മൾക്ക് കണ്ട് നമ്മുടെ വീട്ടിലെ വഴക്കിനെ ഒരു ടെഡി ബെയർ പോലെ സ്നേഹിച്ചും സ്വാന്തനിപ്പിച്ചും പോട്ടെ എന്ന് പറഞ്ഞും സോറി പറഞ്ഞും ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാം. രണ്ടാമത്തത്, നമുക്കൊരു ആമയെ പോലെ പിൻവാങ്ങിയിട്ട് എല്ലാം ശാന്തമാകുമ്പോൾ പുറത്തോട്ട് വരാം. മൂന്നാമത്തത്, ഒരു ഷാർക്കിനെ പോലെ നമുക്ക് ആക്രമിച്ച് എതിരാളിയുടെ മുമ്പിൽ ജയിച്ചു നിൽക്കാം. നാലാമത്, എല്ലാ വശങ്ങളും, വഴക്കിൻ്റെ എല്ലാ വശവും ആലോചിച്ചുകൊണ്ട് ഒരു മൂങ്ങയെ പോലെ, ഒരു സ്വാത്വിക പ്രകൃതമാണ് മൂങ്ങയുടേത്, അതിരിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ നമുക്ക് ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യാം. വഴക്കൊഴിവാക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.